പക്ഷെ അങ്ങനെ പരിക്കിന് ഇടുമ്പോഴത്തേക്കുമാണ് കൂടുതൽ പൊള്ളപ്പ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നോക്കി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ചെറിയ ബേബി മെറ്റലൊക്കെ വെച്ച് ചെറിയ കോൺക്രീറ്റ് പോലെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്ലോപ്പ് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നീട് ഓരോ കാലങ്ങളും വർഷങ്ങൾ കഴിയുന്തോറും ഈ പൊള്ളച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ അങ്ങനെയാണ് മെയിനായിട്ട് വന്നത്. ആ ഫസ്റ്റ് എൻ്റെ 1ാം നിലയിലും പിന്നെ 2ാമത്തെ നിലയിലും എല്ലാം ഇങ്ങനെ തന്നെ. അപ്പോൾ ഡയറക്റ്റ് ആ സൺലൈറ്റ് പതിക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ പൊള്ളപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം കൂടെ റിമൂവ് ചെയ്തപ്പോൾ ഒരു ടെമ്പോയിൽ കൊള്ളാവുന്ന അത്രയും തന്നെ വേസ്റ്റ്, അതായത് ഈ പുളിച്ചതിന്റെ വേസ്റ്റ് ഡെബ്രിസ് എല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഈ പുതിയ വീടുകൾ പണിയുന്നവരെല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയുള്ളൊരു കുഴപ്പം വരാതിരിക്കാൻ ഉപയോഗപ്രദമാകും. അങ്ങനെ ഈ ഓരോ സ്ഥലമൊക്കെ റിമൂവ് ചെയ്തെങ്കിലും നമ്മളിപ്പോൾ ഈ കാണുന്നത് പോർച്ചിന്റെ ഏരിയ ആണ്. ആ പോർച്ചിന്റെ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടി, അതായത് ഈ ബേബി മെറ്റലിട്ടല്ല ചെയ്തത്, അവർ ആ സ്ലോപ്പിന് വേണ്ടി അത്യാവശ്യം തിക്നെസ്സോട് കൂടി പ്ലാസ്റ്റിംഗ് ചെയ്തതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഏകദേശം അത്യാവശ്യം ഒരു 2-3 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ച പണി ഏകദേശം 2 ആഴ്ചയോളം വന്നു. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന സമയത്ത് വാട്ടർ പ്രൂഫിങ്ങിന്റെ കൂട്ട് മാത്രമല്ല, അതിന്റെ ഇങ്ങനെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന വർക്കുകളുടെ കോസ്റ്റും കൂടി നമ്മൾ കണക്ക് കൂട്ടിയില്ലെങ്കിൽ അതും പ്രശ്നമാകും. പിന്നെ ഇപ്പൊ ആ ഏരിയ കാണുന്ന ജോലിക്കാർ നിൽക്കുന്ന ആ ഭാഗമില്ലേ, ടൈലിടുന്ന ഏരിയ, അവിടെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാന്ന് വിചാരിച്ചത്, ആ ചാക്കിട്ട് ഇപ്പറ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സ്ഥലത്ത്. പക്ഷെ അവിടെ ഇത്തിരി വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളം കെട്ടി നിന്നാൽ ഈ വാട്ടർ പ്രൂഫിങ്ങിന് വാറണ്ടി കിട്ടില്ല. കാരണം അതിങ്ങനെ കുറച്ച് പൊള്ളച്ച് വരും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓർത്ത് നമുക്ക് അവിടെ ഇത്തിരി വീതിയുള്ള ടൈല് വാങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ നിൽക്കില്ല, നേരെ സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ടൈലിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ടൈല് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു, നമുക്ക് വാർക്കമേളിലും ഇതേപോലെ തന്നെ ഒരു ഹോട്ടലിൽ ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു റൂഫ് ടോപ്പിൽ അവർ ഇതേപോലെ തന്നെ ഒരു കസ്റ്റമേഴ്സിന് ഇരിക്കാവുന്ന ഒരു ഏരിയയിൽ ടൈലിട്ട് ചെയ്തത്. അപ്പം അതിൽ അങ്ങനെ ചെയ്താലും നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ അതും ഒരു കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഒരു ഹയർ സൈഡാണ്. ഇപ്പൊ ഏകദേശം ഒരു 10 കൊല്ലം ഇതിന്റെ ഒരു പ്രയോജനം കൂടി നമുക്ക് നോക്കാമെന്ന് കരുതി അവസാനം പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ പോയത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ നോക്കി, ഇങ്ങനെ ഈ പൊളച്ച് വന്നേക്കുന്നത് റിമൂവ് ചെയ്യാതെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു എന്ന് ചില സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു. കാരണം ഈ റിമൂവ് ചെയ്യാനായിട്ട് ഇവർ ഉളിയും കൊണ്ട് അടിക്കുന്നു, മെഷീനും കൊണ്ട് അടിക്കുന്നു, എല്ലാം വീടിന്റെ ഒരു ജെർക്കിങ്ങിന്റെ ഒരു പ്രശ്നം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. പൊട്ടലുകളൊന്നും അധികം വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പിന്നീട് നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിലേക്ക് ഫർദർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം എല്ലാവരെയും. പിന്നെ അതുകൂടാതെ ഇതെല്ലാം ചെയ്ത് പ്ലാസ്റ്റിക് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം നമ്മൾ ക്യൂറിങ്ങിന് ഇട്ടു. വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലത്ത് കെട്ടി നിർത്താനായിട്ട് ശ്രമിച്ചു. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഈ റേഷൻ കടയിൽ പോയിട്ട് ചാക്കുനൂലിന്റെ ചാക്ക് വാങ്ങിയിട്ട് അത് നനച്ച് ക്യൂറിംഗ് ആയിരുന്നു ചെയ്യുന്നത്, വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യത കുറവുള്ള സ്ഥലത്തൊക്കെ.